രാമായണ മാസം കൂടിയാണ്. അതുകൊണ്ട് ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അനുസ്മരിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. സാമാന്യമായി നമുക്ക് വരുന്ന ചില സംശയങ്ങൾ. എന്തുകൊണ്ടാണ് മലയാളികൾ മാത്രം ഈ കർക്കടക മാസത്തെ രാമായണ മാസമായി ആചരിക്കുന്നത്? ആദ്യം തന്നെ കുട്ടികളെ പോലുള്ളവർക്കൊന്ന് മനസ്സിലാകാൻ, കർക്കിടകമല്ല കർക്കടകമാണ്. ശബ്ദധാരാവലിയൊക്കെ എടുത്തു നോക്കിയാൽ കർക്കടകം എന്നാണ് പറയേണ്ടത്. അപ്പൊ നമ്മളുടെ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രത്യേക രീതി, ഈ സമയത്ത് രാമായണം വായിക്കുക. അതെന്തുകൊണ്ടാണ്? അതിന് കാരണം കേരളത്തിലെ പ്രത്യേകമായിട്ടുള്ള കാലാവസ്ഥയാണ്. കേരളത്തിൽ നമുക്കറിയാം ഈ സമയം നല്ല മഴക്കാലമാണ്. പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത് കൃഷിയാണ്. അപ്പൊ മഴക്കാലമായാൽ എന്ത് സംഭവിക്കും? കൃഷിയൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ആളുകൾ വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കും, പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യില്ല, നല്ല സുഖിച്ച് സുഖലോലുപരായി അങ്ങ് കഴിഞ്ഞുകൂടും. അപ്പൊ ആചാര്യന്മാര് വിചാരിച്ചു, നല്ല സമയം വല്ലോ നാമം ജപിച്ചിരിക്കുന്നത് എത്ര നല്ലതായിരിക്കും. അതുകൊണ്ട് അവരൊരു ചിട്ട വെച്ചു. ആ ചിട്ട എന്താണെന്ന് വെച്ചാൽ ശരീരത്തിനും മനസ്സിനുമുള്ള ചിട്ടയാണ്. കർക്കിടക മാസമാകുമ്പോ ആയുർവേദത്തില് അല്ലെ സുഖചികിത്സയൊക്കെ പതിവുണ്ട്. ഇപ്പൊ ഇവിടെ നിങ്ങള് കർക്കിടക കഞ്ഞി, ഇതൊക്കെ ഈ സമയത്തെ നമ്മളുടെ കാലാവസ്ഥയ്ക്കും ആരോഗ്യത്തിനും അനുസൃതമായിട്ടുള്ള ഒരു ചിട്ടയാണ്. അത് ശരീരത്തിനുള്ള ചികിത്സ, അതുപോലെ തന്നെ മനസ്സിന് ചികിത്സ വേണം. അതിന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു, രാമായണം വായിക്കുക. അപ്പൊ ഇതാണ് കേരളത്തില് ഈ ഒരു കർക്കിടക മാസത്തിന്റെ പ്രത്യേകത. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? കർക്കിടകം 31 ആകുമ്പോഴേക്കും ആകെ ഒരു വെപ്രാളമാണ് അല്ലെ. ചിലരുടെ രാമൻ വനവാസത്തിന് പോയിട്ടേ ഉണ്ടായിരിക്കത്തുള്ളൂ അല്ലെ, ചിലരുടെ അത്രയും പോലും ഇല്ല, ഇവിടെ വില്ലൊടിച്ചിട്ടേ ഉള്ളൂ. ചിലരുടെയോ രാവണനെ കൊല്ലാനായിട്ടുള്ള യുദ്ധം നടക്കുകയായിരിക്കും, ചിലരുടെ എന്താണെങ്കിലും രാമൻ തിരിച്ചു വരുമായിരിക്കും, ചിലരുടെ പട്ടാഭിഷേകം നടക്കുകയായിരിക്കും. 12 മണി ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഓടിച്ചിട്ട് വായിച്ച് നമ്മള് രാമായണം തീർക്കും അല്ലെ. ഇങ്ങനെ രാമായണം വായിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പാൽപ്പായസം ഒറ്റയടിക്ക് കുടിച്ചാൽ എന്തെങ്കിലും സുഖമുണ്ടോ? കുറേശ്ശെ കുറേശ്ശെ നുണഞ്ഞു കുടിക്കണം അല്ലെ. അപ്പൊ അതുപോലെ തന്നെ രാമായണം വായിക്കുമ്പോൾ അതിലെ ഓരോ ആശയവും നമ്മളുടെ ഹൃദയത്തിലേക്ക് കയറിയില്ല എങ്കിൽ രാമായണം വായിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് കർക്കിടക മാസത്തിൽ തന്നെ വായിച്ചു തീർക്കണം എന്നൊന്നുമില്ല. ഇപ്പൊ ദുബായിൽ ഇരിക്കുന്ന ആളുടെ കാലാവസ്ഥ വേറെയല്ലേ, അവിടെ വല്ല മഴക്കാലം ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? 1 വർഷമോ 2 വർഷമോ 3 വർഷമോ എടുത്താലും കുഴപ്പമില്ല. പക്ഷെ അതിലെ ആശയങ്ങൾ ഹൃദയത്തിലേക്ക് കയറുന്ന രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, സാധാരണ എല്ലാരും പറയാറുണ്ട് സന്ധ്യാസമയത്ത് രാമായണം വായിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ആ സമയത്ത് ഹനുമാൻ സ്വാമി സന്ധ്യാവന്ദനം ചെയ്യുന്ന സമയമാണ്, അതുകൊണ്ട് പാടില്ല എന്ന്. എന്നാൽ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലൊക്കെയോ നമ്മളുടെ ഇവിടെ സന്ധ്യയാവുമ്പോ അവിടെ എന്താണ്, വേറെ സമയല്ലേ അല്ലെ. അപ്പൊ എന്ത് ചെയ്യും ഹനുമാൻ സ്വാമിക്ക്? അപ്പൊ ഇവിടെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇത് ചിലതെല്ലാം പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കിയ ചിട്ടയാണ്. പണ്ട് കാലങ്ങളില് നമുക്കറിയാം വെളിച്ചമൊന്നുമില്ല അല്ലെ. അപ്പൊ ഈ വായന, മറ്റേതൊക്കെ മന്ത്രം ചൊല്ലുക, നാമം ചൊല്ലുക എന്നൊക്കെയാണ്. പഴയ കാലം തൊട്ട് പാരായണം, സാധാരണ ജനങ്ങൾ പാരായണം ചെയ്യുന്നത് രാമായണമായിരുന്നു. സാധാരണക്കാരായിട്ടുള്ളവര് ഭാഗവതോ അല്ലെങ്കിൽ അതൊന്നും ചൊല്ലാറില്ല, കൂടുതൽ സംസ്കൃതം അല്ലേ. അപ്പൊ മലയാളികളായിട്ടുള്ളവരാണെങ്കിൽ പോലും കൂടുതലായിട്ട് ചൊല്ലുന്നത് രാമായണമാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ഈ പറയുന്നത് പോലെ ട്യൂബ് ലൈറ്റും അതൊന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? സന്ധ്യ ആകുമ്പോൾ നമ്മൾ ഇത് വായിച്ചാൽ നമ്മളുടെ കണ്ണിനുള്ള സ്ട്രെയിൻ കൂടുതലാണ്. ചിദാനന്ദപുരി സ്വാമിജി ഇത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതായത് ഇരുട്ടുമല്ല വെളിച്ചവും അല്ലാത്തൊരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ വെച്ച് വായിക്കും അല്ലെ, വളരെ ബുദ്ധിമുട്ടി വായിക്കും. രാത്രി ആയിക്കഴിഞ്ഞാൽ ചിലരൊക്കെ എന്തെങ്കിലും റാന്തലൊക്കെ കത്തിച്ചു വെച്ച് വായിക്കും. പക്ഷെ ആ സന്ധ്യാസമയത്ത്
ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മളുടെ കണ്ണിനുള്ള ആയാസം വളരെ കൂടുതലാണ്. അതുകൊണ്ട് പറയും സന്ധ്യ കഴിഞ്ഞ് വായിക്കണ്ട എന്ന്. പക്ഷെ ഇന്നത്തെ സാഹചര്യം അതൊന്നുമല്ല. നമുക്ക് നല്ല ട്യൂബ് ലൈറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ കലികാലത്തെ മനുഷ്യരുടെ ബുദ്ധി എന്താണ്? എന്തെങ്കിലും പറഞ്ഞ് ഒഴിവുകഴിവ് പറയും, എക്സ്ക്യൂസ് പറയും, നാമം ജപിക്കാതിരിക്കാൻ. അപ്പൊ നമ്മൾ പറയും, അയ്യോ സന്ധ്യയായി, ഇനി രാമായണം വായിക്കാൻ പാടില്ല. അങ്ങനെ ഒന്നുമില്ല. ഏത് സമയത്തും നമുക്ക് രാമായണം വായിക്കാം. ഹനുമാൻ സ്വാമിക്ക് നമ്മൾ രാമായണം വായിച്ചു എന്ന് പറഞ്ഞ് വിഷമം വരില്ല. എങ്ങനെയെങ്കിലും ഒന്ന് വായിക്കാവോ എന്നേ ഹനുമാൻ സ്വാമി ചോദിക്കുകയുള്ളൂ. അപ്പൊ ഈ രാമായണത്തെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. മറ്റൊന്ന്, വാൽമീകി രാമായണവും അധ്യാത്മ രാമായണവും കിളിപ്പാട്ടും തമ്മിൽ നിങ്ങൾ വായിക്കുമ്പോൾ ചില വ്യത്യാസങ്ങൾ തോന്നാം, അല്ലെ? ഇപ്പോ വാൽമീകി രാമായണത്തില് ലക്ഷ്മണ രേഖയൊന്നും ഇല്ല. അപ്പൊ നമ്മൾ അടിസ്ഥാനപരമായി ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കും. ഇപ്പൊ രാമായണത്തില് കിളിപ്പാട്ടില് പറയുന്നുണ്ട്, പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥങ്ങളുണ്ട്, അത് ഭൂമിയിലല്ല തന്മേൽ. അപ്പൊ ആദ്യം രാമായണം എഴുതിയത് ആരാണ്? പുരാ വിരിഞ്ചൻ, ബ്രഹ്മാവാണ്. പക്ഷെ ഭൂമിയിലല്ല. അപ്പൊ ബ്രഹ്മാവ് എന്ത് ചെയ്തു? വാൽമീകി മഹർഷിയോട് പറഞ്ഞു, ഭൂമിയിലുള്ളവർക്കായി ഒരു രാമായണം രചിക്കുക. അങ്ങനെ 24,000 ശ്ലോകങ്ങളിൽ ഒരു ഗ്രന്ഥം രചിച്ചു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 100 കോടിയാണ് ബ്രഹ്മാവ് രചിച്ച രാമായണം. അതിനെ 24,000ത്തിലേക്ക് ചുരുക്കി എന്ന് പറയുമ്പോൾ വാൽമീകി മാത്രം വിട്ടുകളയേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് തത്വകഥനത്തിന് ഇടം കിട്ടാത്തത് കൊണ്ട് എന്തു ചെയ്തു? വേറൊരു രാമായണം എഴുതി. അതിന്റെ പേരാണ് വസിഷ്ഠ രാമായണം, അല്ലെങ്കിൽ യോഗവാസിഷ്ടം. 32,000 ശ്ലോകമുണ്ട്. രാമായണത്തെക്കാളും കൂടുതലുണ്ട് രാമായണത്തിനകത്ത് വരുന്ന തത്വങ്ങൾ. ഈ 32,000വും 24,000വും ചേർന്നാൽ പോലും 100 കോടിയുടെ അടുത്തെങ്ങും എത്തില്ല. അപ്പൊ ഇങ്ങനെ വാൽമീകി മഹർഷി രാമായണം എഴുതി. എന്നാൽ അധ്യാത്മ രാമായണം കിളിപ്പാട്ടോ എഴുത്തച്ഛന്റെ ഒരിക്കലും വാൽമീകി രാമായണത്തിന്റെ വിവർത്തനമല്ല അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. വ്യാസഭഗവാനാണ് പുരാണങ്ങളെല്ലാം ക്രോഡീകരിച്ചത്. പുരാണത്തിലെ അറിവുകൾ പല ആചാര്യന്മാർ തന്നതാണ്. എന്നാൽ അതെല്ലാം ക്രോഡീകരിച്ച് കാറ്റഗറൈസ് ചെയ്തത്. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറില് ഫോൾഡർ ആയിട്ട് തിരിക്കില്ലേ, ഓരോന്ന് ഓരോ വിഭാഗത്തിൽ പെട്ടത്. അപ്പൊ അതുപോലെ പ്രത്യേക രീതിയിൽ ഈ പുരാണത്തെ എല്ലാം ക്രോഡീകരിച്ചത് വ്യാസഭഗവാനാണ്. വ്യാസഭഗവാൻ പുരാണത്തിൽ അധ്യാത്മ രാമായണം എഴുതിയിട്ടുണ്ട്. രാമന്റെ കഥ ആർക്ക് വേണേലും പറയാൻ പാടില്ലേ, അല്ലെ? ഇപ്പൊ ഇവിടെ ഞാൻ പറയും, അടുത്ത ദിവസം വേറെ ആരെങ്കിലും വന്ന് പറയും. അതുപോലെ വാൽമീകി മഹർഷി പറഞ്ഞു, വ്യാസഭഗവാൻ പറഞ്ഞു, ധാരാളം ആചാര്യന്മാര് പറഞ്ഞു. അപ്പോൾ ഒരു അധ്യാത്മ രാമായണം എന്ന് പുരാണത്തിനുള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് 4,200 ശ്ലോകങ്ങളേ ഉള്ളൂ. 4,200 ആണോ 600 ആണോ പെട്ടെന്ന് ഓർക്കുന്നില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 100 കോടി ശ്ലോകം 24,000 വീണ്ടും ഒരാള് രാമായണം എഴുതിയപ്പോ 4,000 ചില്ലുവാനായി. അപ്പോ അധ്യാത്മ രാമായണം വ്യാസഭഗവാൻ എഴുതിയപ്പോൾ വളരെയധികം ചുരുക്കിയിട്ടുണ്ട്. ഈ അധ്യാത്മ രാമായണത്തിന്റെ വിവർത്തനമാണ് അധ്യാത്മ രാമായണം കിളിപ്പാട്ട് എഴുത്തച്ഛന്റെ. അതുകൊണ്ട് തന്നെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് നോക്കിയാൽ അതിന്റെ തുടക്കത്തിൽ ആദ്യം ഗുരുവന്ദനത്തിൽ നമസ്കരിച്ചിരിക്കുന്നത് വ്യാസഭഗവാനെയാണ്. അതിനുശേഷമാണ് വാൽമീകിയെ നമസ്കരിച്ചിരിക്കുന്നത്. ഇനി അധ്യാത്മ രാമായണവും വാൽമീകി രാമായണവും തമ്മിലുള്ള വ്യത്യാസം, വാൽമീകി രാമായണത്തിൽ വാൽമീകി മഹർഷി രാമനെ ഒരു മനുഷ്യനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സാധാരണ ഒരു മനുഷ്യൻ, സീതാദേവിയെയും ഒക്കെ. പക്ഷേ മനുഷ്യനായി ജനിച്ച് ധർമ്മത്തിൽ ഊന്നി ജീവിതം നയിച്ച് അമരത്വത്തിലെത്തിയ ഈശ്വരനായിട്ട് മാറിയ ഒരാൾ. അതുകൊണ്ട് വാൽമീകി മഹർഷി ഒരിക്കലും ശ്രീരാമൻ എന്ന് പറഞ്ഞിട്ടില്ല, രാമനെ പറഞ്ഞിട്ടുള്ളൂ. ശ്രീ പോലും ചേർത്തിട്ടില്ല. എന്നാൽ അധ്യാത്മ രാമായണം കിളിപ്പാട്ടില് എഴുത്തച്ഛൻ ശ്രീരാമനെ ഭഗവാനായിട്ട് അവതാരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ഭഗവാനെ നമുക്ക് അല്ലെ രൂപം കൊടുക്കാം. ആത്യന്തികമായിട്ടുള്ള തത്വത്തിന് മാറ്റമില്ല. ശ്രീരാമന്റെ പത്നി സീതാദേവി തന്നെയാണ്, രാവണൻ തന്നെയാണ് തട്ടിക്കൊണ്ടുപോയത്, മാരീചനാണ് മാനായിട്ട് വന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്കും തത്വങ്ങൾക്കും ഒന്നും മാറ്റമില്ല. അതായത് ഓരോ ഗുരുക്കന്മാരും
അവരുടെ ശിഷ്യന്മാർക്ക് ഏത് രീതിയിലാണോ മനസ്സിലാകുന്നത് ആ രീതിയിൽ ആ കഥയെ ഒന്ന് അവതരിപ്പിച്ചു എന്ന് മാത്രം. ഇപ്പൊ ഇവിടെയാണെങ്കിൽ ശ്രീരാമൻ വനത്തിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. ഈ വനത്തിലേക്ക് പോകുന്ന രംഗത്തിൽ വാൽമീകി രാമായണത്തിലാണെങ്കിൽ ശ്രീരാമൻ വനത്തിലേക്ക് പോകുമ്പോൾ ഋഷിമാരെ കാണുമ്പോൾ ശ്രീരാമൻ അങ്ങോട്ട് നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്, കാരണം മനുഷ്യനാണ്. അധ്യാത്മ രാമായണത്തിലോ ശ്രീരാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ ശ്രീരാമൻ ഈശ്വരനാണ്, മുനിമാരല്ല, ഇങ്ങോട്ട് നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതുകൊണ്ട് തെറ്റൊന്നുമില്ല. അധ്യാത്മ രാമായണം കിളിപ്പാട്ടില് ഭക്തിഭാവത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്ന് മാത്രം. ധർമ്മത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഗുരുക്കന്മാർ മുമ്പ് പറഞ്ഞതുപോലെ തൻ്റെ മുന്നിലുള്ള ശിഷ്യന്മാർക്ക് ഏത് രീതിയിൽ പറഞ്ഞാലാണോ മനസ്സിലാകുക ആ രീതിയിൽ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഉദാഹരണത്തിന് എന്നോട് +1 പഠിക്കുന്ന ഒരു കുട്ടി വന്ന് എങ്ങനെയാണ് മഴയുണ്ടാകുന്നത് എന്ന് ചോദിച്ചു എന്ന് വെക്കുക. ഞാൻ ഉടനെ അതിന്റെ ആ ഒരു പടമൊക്കെ കാണിച്ചിട്ട് സൈക്ലിക് പ്രോസസ് ഒക്കെ കാണിക്കും, അല്ലെ, ജലം നീരാവിയായി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും, വേപ്പറൈസേഷൻ ഇതൊക്കെ പറയും. ഒരു 2-3 വയസ്സുള്ള കുട്ടി എന്നോട് വന്ന് മഴ എങ്ങനെയാണ് പെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അതെ, വലിയൊരു ആന ആകാശത്തിന്റെ മുകളിൽ പോയി നിന്ന് തുമ്പിക്കൈയിൽ വെള്ളം എടുത്ത് ചീറ്റുന്നതാണ്, അല്ലേ? സന്തോഷായല്ലേ? അപ്പോ ആ കുട്ടിയോട് നമുക്ക് വേപ്പറൈസേഷൻ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതായത് ഗുരുക്കന്മാർ അവരവരുടെ ശിഷ്യന്മാർക്ക് ഏത് രീതിയിൽ മനസ്സിലാകുമോ അതിനനുസരിച്ചുള്ള രാമായണം രചിച്ചു. പക്ഷേ എന്ന് വെച്ചാൽ രാമായണം വ്യത്യാസപ്പെടുന്നില്ല. രാമായണം എന്നുള്ളത് ഇതിഹാസമാണ്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇതി ഇഹ ആസീത്, ഇവിടെ ഇപ്രകാരം സംഭവിച്ചത്. ഇറ്റ്സ് എ ഹിസ്റ്ററി, നടന്നതാണ്. ഹിസ്റ്റോറി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ചരിത്ര സംഭവമാണ്, അല്ലാതെ കഥയല്ല. പക്ഷേ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണത്തിൽ കഥ എന്നുള്ള പദം ആദ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നമ്മൾ പറയും, കഥ ഇതിനകത്തുണ്ട് കൃത്യമായിട്ട്. കാരണം നമ്മുടെ മനസ്സിൽ കഥ എന്ന് പറഞ്ഞാൽ എന്തോ വളരെ നമ്മള് മനസ്സിലെ ഭാവന ഉപയോഗിച്ച് വർണ്ണിക്കുന്നത്, അതിശയോക്തി കൊടുത്തു പറയുന്നത് എന്നൊക്കെയാണ്. പക്ഷേ കഥ എന്ന സംസ്കൃതത്തിലും മലയാളത്തിലും വാക്കുണ്ട്. ഇതിൽ സംസ്കൃതത്തിലെ അർത്ഥം കഥ്യതേ ഇതി കഥ, വിച്ച് ഈസ് വെരി വെൽ എക്സ്പ്ലെയിൻഡ്. വളരെ നന്നായി വ്യാഖ്യാനിക്കപ്പെട്ടതെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നടന്നിട്ടുള്ളത് നടന്നിട്ടില്ലാത്തതെന്നില്ല. എഴുത്തച്ഛൻ സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ളയാളായിരുന്നു. അതുകൊണ്ട് തന്നെ എഴുത്തച്ഛന്റെ രാമായണത്തിൽ സംസ്കൃത പദങ്ങൾ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കഥ എന്ന് വന്നു എന്ന് പറഞ്ഞ് രാമായണം ഒരിക്കലും നടന്ന സംഭവമല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മറിച്ച് ഇത് ചരിത്ര സംഭവമാണ്.